നമസ്കാരം. കളിപ്പാട്ടം എന്നത് കുട്ടിക്കളിയല്ല. ഇക്കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റിൽ ഇന്ത്യൻ കളിപ്പാട്ട നിർമ്മാണ വ്യവസായത്തിന് കൂടുതൽ സഹായം നൽകുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു. ഇന്ത്യയിലെ തന്നെ തദ്ദേശീയമായുള്ള കളിപ്പാട്ട നിർമ്മാണ മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വളരെ ഉയർന്ന നിലവാരമുള്ളതും നൂതനവും സുസ്ഥിരവുമായ കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കഴിവ് വികസിപ്പിക്കുവാനും അതിനുള്ള ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുവാനുള്ള പദ്ധതികൾക്കാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. 2015 അപേക്ഷിച്ച് 2022-23 കാലഘട്ടമായപ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള കളിപ്പാട്ട കയറ്റുമതി 239% വർദ്ധിച്ചു കഴിഞ്ഞതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ. ഇതോടെ ആഗോള വിപണിയിൽ കളിപ്പാട്ടങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ഇന്ത്യയും ഇടം പിടിച്ചിരിക്കുകയാണ്. ബജറ്റിലെ പ്രഖ്യാപനം ഈ മേഖലയ്ക്ക് കരുത്തേകും എന്നാണ് കരുതുന്നത്. ചൈന, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളുടെ നിലയിലേക്ക് എത്തുവാനാണ് ഇന്ത്യയുടെ ശ്രമം. കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ കളിപ്പാട്ട നിർമ്മാണ വ്യവസായം കുതിക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള കളിപ്പാട്ട ഇറക്കുമതി ഇപ്പോൾ 52% കുറഞ്ഞിരിക്കുകയാണ്. കയറ്റുമതിയിലോ 239% വർധനവും ഉണ്ടായിട്ടുണ്ട്. സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റവും പങ്കാളിത്തവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കൽ, ബ്രാൻഡ് നിർമ്മാണത്തിൽ നിക്ഷേപം എന്നീ നടപടികളിലൂടെ ഇന്ത്യൻ കളിപ്പാട്ട നിർമ്മാണ മേഖല കൂടുതൽ കുതിക്കും എന്നാണ് കരുതുന്നത്. നേരത്തെ 2014 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രങ്ങളുടെ എണ്ണം 2020 ആയപ്പോൾ ഇരട്ടിയായി വർദ്ധിച്ചിരുന്നു. അതോടെയാണ് കളിപ്പാട്ടങ്ങളുടെ കാര്യത്തിൽ ഇറക്കുമതിയെ ആശ്രയിക്കാതെ തന്നെ നിലനിൽക്കാം എന്ന അവസ്ഥ വന്നു തുടങ്ങിയത്. 2014 മുതൽ 2020 വരെയുള്ള കാലയളവിൽ ഇറക്കുമതി 33% നിന്ന് 12% കുറഞ്ഞിരുന്നു. കളിപ്പാട്ടങ്ങൾക്ക് കസ്റ്റംസ് തീരുവ 2020 മുതൽ 20% നിന്ന് 60% ഉയർത്തിയിരുന്നു. 2023 അത് 70% വീണ്ടും ഉയർത്തി. 2023 കണക്കുപ്രകാരം ഇന്ത്യയിൽ 9600-ലധികം കളിപ്പാട്ട നിർമ്മാണ യൂണിറ്റുകളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ജർമ്മനിയിൽ നടന്ന അന്താരാഷ്ട്ര കളിപ്പാട്ട മേളയിൽ ഇന്ത്യൻ കളിപ്പാട്ട നിർമ്മാതാക്കൾക്ക് 84 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചത് വലിയൊരു നേട്ടമായി കണക്കാക്കുകയാണ്. കളിപ്പാട്ട കയറ്റുമതിയിൽ ഇന്ത്യ കൂടുതൽ ഉയരങ്ങളിലേക്ക് കടക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. UAE, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് പ്രിയമേറുകയാണ്. കളിപ്പാട്ട നിർമ്മാണത്തിൽ സർക്കാർ നടപ്പിലാക്കിയ BIS സ്റ്റാൻഡേർഡ് നിബന്ധന ഇവയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാനും സഹായിച്ചിട്ടുണ്ട്. 2020 BIS സ്റ്റാൻഡേർഡ് നടപ്പിലാക്കി തുടങ്ങിയത്. ഇതോടെ 1200ഓളം ഇന്ത്യൻ നിർമ്മാണ യൂണിറ്റുകൾക്ക് ഇന്ത്യയിൽ BIS സ്റ്റാൻഡേർഡ് അനുമതി നൽകുകയുണ്ടായി. 30ഓളം വിദേശ കമ്പനികൾക്കും ഇത് നൽകുകയുണ്ടായി. കളിപ്പാട്ട നിർമ്മാണ യൂണിറ്റുകളെ പല ക്ലസ്റ്ററുകളായി തിരിച്ച് അവർക്ക് സഹായത്തിനുള്ള ഫണ്ട് അനുവദിച്ചു വരികയാണ്. ഇത് നിരവധി ആഭ്യന്തര യൂണിറ്റുകൾക്ക് വളരുവാൻ സഹായകരമായിട്ടുണ്ട്. അത്തരത്തിൽ 19 ക്ലസ്റ്ററുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരികയാണ്. ഇതുകൂടാതെ കളിപ്പാട്ട മാർക്കറ്റ് കണ്ടെത്തുവാനും വിപുലപ്പെടുത്തുവാനും ഫെയറുകൾ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ കളിപ്പാട്ടങ്ങൾക്ക് BIS സ്റ്റാൻഡേർഡ് നിർബന്ധമാക്കിയതും ചൈനീസ് കളിപ്പാട്ടങ്ങൾക്ക് 70% കസ്റ്റംസ് തീരുവ ഈടാക്കിയതുമാണ് ഇന്ത്യയിലെ ആഭ്യന്തര കളിപ്പാട്ട നിർമ്മാണ മേഖലയ്ക്ക് ഉണർവേകിയത്. നിരവധി അന്താരാഷ്ട്ര കളിപ്പാട്ട നിർമ്മാണ കമ്പനികൾ ചൈനയിൽ നിന്നും ഇന്ത്യയിലേക്ക് വ്യവസായം മാറ്റിയിട്ടുണ്ട്. ഹാസ്ബ്രോ, മാറ്റൽ, സ്പിൻ മാസ്റ്റർ, ഏർലി ലേണിംഗ് സെന്റർ, ഡ്രീം ബ്ലാസ്റ്റ്, മൈക്രോപ്ലാസ്റ്റ്, ഇൻകാസ് തുടങ്ങിയ ബ്രാൻഡുകൾ ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. BIS സ്റ്റാൻഡേർഡ് നടപ്പിലാക്കുന്നതിന് മുൻപ് ഇന്ത്യയുടെ കളിപ്പാട്ട ആവശ്യങ്ങളുടെ 80% ചൈനയിൽ നിന്നായിരുന്നു. സർക്കാരിന്റെ ഈ കാഴ്ചപ്പാട് ഇന്ത്യൻ നിർമ്മാതാക്കളായ ഫൺ സ്കൂൾ പോലുള്ള സംരംഭകർക്ക് വലിയൊരു നേട്ടമായി മാറിയിട്ടുണ്ട്. ഇന്ന് അവരുടെ കളിപ്പാട്ടങ്ങൾ ഗൾഫ്, യൂറോപ്പ്, അമേരിക്കൻ മേഖലകളിലെ 33 രാജ്യങ്ങളിൽ വിറ്റഴിക്കുകയാണ്. 2021 BIS സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കളിപ്പാട്ടങ്ങൾക്ക് ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും BIS നിബന്ധനകളിൽ ഇളവുകൾ വരുത്തണം എന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ഇന്ന് പ്രവർത്തിക്കുന്ന 9600-ന് മുകളിൽ വരുന്ന കളിപ്പാട്ട യൂണിറ്റുകളിൽ 1500-നടുത്ത് യൂണിറ്റുകൾക്ക് മാത്രമേ ഇപ്പോൾ BIS അംഗീകാരമുള്ളൂ. നിരവധി സ്റ്റാർട്ടപ്പ് കമ്പനികളും ഈ മേഖലയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രധാന കളിപ്പാട്ട നിർമ്മാണ ഹബ്ബായി ഇന്ത്യയിൽ മാറിയിരിക്കുന്നത് ഗുജറാത്താണ്. 2032 ആകുമ്പോൾ ഇന്ത്യൻ കളിപ്പാട്ട വ്യവസായ മേഖലയുടെ വ്യാപ്തി $4.4 ബില്യൺ ആകും എന്നാണ് കണക്ക്. ഇപ്പോൾ തന്നെ 100ഓളം രാജ്യങ്ങളിൽ ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ത്യൻ കളിപ്പാട്ട നിർമ്മാണ വ്യവസായം 10.5% വാർഷിക വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. കളിപ്പാട്ട കയറ്റുമതിയിൽ ലോകരാജ്യങ്ങളിൽ ഇപ്പോൾ ഇന്ത്യക്ക് 27ാം സ്ഥാനമാണ് ഉള്ളത്. ഇനി കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതിയിൽ 61ാം സ്ഥാനവും. ഏറ്റവും കൂടുതൽ കളിപ്പാട്ടങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയാണ്.
ഇതിനോടൊപ്പം ഇന്ത്യൻ കളിപ്പാട്ട നിർമ്മാണ മേഖല പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. അതിലൊന്ന് അത്യാധുനിക ടെക്നോളജിയിൽ പ്രവർത്തിക്കുന്ന മെഷീനുകൾ ഇന്ത്യയിലെ ആഭ്യന്തര ചെറുകിട യൂണിറ്റുകൾക്ക് ലഭ്യമല്ലാത്തതാണ്. ഉയർന്ന GST നികുതിയും, അതായത് ഇലക്ട്രോണിക് കളിപ്പാട്ടങ്ങൾക്ക് 18%, സാധാരണ കളിപ്പാട്ടങ്ങൾക്ക് 12%, ഇതും മറ്റൊരു പ്രശ്നമാണ്. ടോയ് പാർക്കുകൾ, ലോജിസ്റ്റിക് സംവിധാനങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ഇനിയും മെച്ചപ്പെടാനുണ്ട്. ഇന്ത്യൻ കളിപ്പാട്ട മേഖലയുടെ 90% ചിതറിക്കിടക്കുന്ന അവസ്ഥയിലാണ്. ഇവരെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഏകീകൃത സംവിധാനവും ഇനി ഉണ്ടാകേണ്ടതുണ്ട്. ഉപഭോക്താക്കളുടെ ആവശ്യത്തിനനുസരിച്ച് പുതിയ പ്രോഡക്റ്റുകൾ നിർമ്മിക്കുവാനുള്ള സാങ്കേതിക വിദ്യയിലും അതിനുള്ള ഗവേഷണത്തിലും ഉള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട്. മേൽപ്പറഞ്ഞ പ്രശ്നങ്ങൾ വരും നാളുകളിൽ പരിഹരിക്കപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. സർക്കാരുകളുടെ ദീർഘവീക്ഷണത്തോടെയുള്ള സമീപനമാണ് ഏതൊരു വ്യവസായ മേഖലയുടെയും മുന്നോട്ടുള്ള കുതിപ്പിന് സഹായകമാകുന്നത്. ഇന്ത്യൻ കളിപ്പാട്ട നിർമ്മാണ മേഖല വരും നാളുകളിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുന്നത് തൊഴിലവസരങ്ങൾക്കും ഇടവരുത്തും. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ഫോളോ ചെയ്യുക, ലൈക്ക്, കമന്റ് എന്നിവയൊക്കെ നൽകുക.